ഏവർക്കും നമസ്കാരം. സർവേശ്വരകാരകനായ വ്യാഴം, ഫലദാനശേഷിയിൽ ശനിക്ക് തുല്യനായ ഗ്രഹം എന്ന് അറിയപ്പെടുന്ന രാഹു, ചൊവ്വയ്ക്ക് സമാനനായ ഗ്രഹം എന്നറിയപ്പെടുന്ന കേതു എന്നീ 3 ഗ്രഹങ്ങൾ ഈ മാസം രാശി മാറുകയാണ്. മെയ് മാസം 14 തീയതിയാണ് വ്യാഴത്തിന്റെ രാശിമാറ്റം നടക്കുക. നിലവിൽ സഞ്ചരിക്കുന്ന ഇടവരാശിയിൽ നിന്നും വ്യാഴം മെയ് 14 തീയതി മിഥുനരാശിയിലേക്ക് പ്രവേശിക്കും. തുടർന്ന് 1 വർഷക്കാലം വ്യാഴം മിഥുനരാശിയിൽ സഞ്ചരിക്കും. വ്യാഴം അനുകൂലനായാൽ ഈശ്വരകടാക്ഷവും ഭാഗ്യവും ശാരീരിക മാനസിക സുഖങ്ങളും ധനധാന്യ സമൃദ്ധികളും എല്ലാം നൽകുന്നു. എന്നാൽ വ്യാഴം പ്രതികൂലനായാലോ? അത് നിർഭാഗ്യം, ഈശ്വരകടാക്ഷത്തിന് ഭംഗം, തൽഫലമായി തടസ്സങ്ങൾ, പരാജയങ്ങൾ, ശാരീരിക മാനസിക ക്ലേശങ്ങൾ എന്നിവയെ എല്ലാം വരുത്താം. വ്യാഴമാറ്റം നടന്ന് 3 ദിവസങ്ങൾ കഴിഞ്ഞാൽ മറ്റൊരു വലിയ രാശിമാറ്റമായ രാഹു കേതുമാറ്റം നടക്കും. രാഹു കേതുക്കൾ ഒരു രാശിയിൽ സഞ്ചരിക്കുക 1.5 വർഷക്കാലം ആണ്. കഴിഞ്ഞ 1.5 വർഷക്കാലമായി രാഹു മീനം രാശിയിലും കേതു കന്നി രാശിയിലും സഞ്ചരിച്ചു വരുന്നു. എന്നാൽ മെയ് 18 തീയതി രാഹു ഒരു രാശി പുറകോട്ട് മാറി കുംഭം രാശിയിലും കേതു ഒരു രാശി പുറകോട്ട് മാറി ചിങ്ങം രാശിയിലും പ്രവേശിക്കും. തുടർന്ന് 1.5 വർഷക്കാലം ഈ രാശികളിൽ അവർ സഞ്ചരിക്കുകയും ചെയ്യും. ഫലദാന വിഷയങ്ങളിൽ രാഹുവിനെ ശനിയെപ്പോലെയും കേതുവിനെ കുജനെ അഥവാ ചൊവ്വയെപ്പോലെയും കരുതണം എന്നാണ്. അതായത് രാഹു പ്രബലനായാൽ ശനി നൽകുന്നത് പോലെയുള്ള അനുഗ്രഹവർഷങ്ങൾ, സൗഭാഗ്യങ്ങൾ എന്നിവയെ നൽകും. എന്നാൽ പ്രതികൂലമായാലോ? ശനി തരുന്ന അളവിലുള്ള ദോഷങ്ങളും നൽകും. കേതു അനുകൂലനായാൽ ചൊവ്വ നൽകുന്ന തരത്തിലുള്ള സമാനമായ ഗുണാനുഭവങ്ങളും, പ്രതികൂലമായാൽ മറിച്ചും ദോഷഫലങ്ങളെ പ്രദാനം ചെയ്യും. മെയ് മാസം 14 തീയതിയും 18 തീയതിയും നടക്കുന്ന ഈ 3 ഗ്രഹങ്ങളുടെ രാശിമാറ്റത്താൽ ഏറെ നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും അനുഭവത്തിൽ വന്നു ചേരാവുന്ന രാശിക്കാർ തുലാക്കൂറുകാരാണ്. ചിത്തിര 2ാം പകുതി, ചോതി, വിശാഖം 3/4 എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ. ആദ്യമായി ഈ മാസം 14 തീയതി നടക്കുന്ന വ്യാഴമാറ്റം ഈ കൂറുകാർക്ക് ഭാഗ്യത്തെ വളരെയധികം പ്രദാനം ചെയ്യുന്ന ഒന്നാകുമെന്ന് അറിയുക. നിലവിൽ വ്യാഴം ഈ കൂറുകാർക്ക് വളരെയധികം ദുരിതങ്ങളെ നൽകുന്ന ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. അതായത് ഈ കൂറുകാരുടെ അഷ്ടമത്തിൽ അഥവാ 8ാം ഭാവത്തിലാണ് വ്യാഴം കഴിഞ്ഞ 1 വർഷമായി സഞ്ചരിച്ചു വരുന്നത്. അഷ്ടമവ്യാഴം എന്നത് വ്യാഴത്തിന്റെ ഏറ്റവും അനിഷ്ടഭാവം ആണ്. 8ാം ഭാവം ആയുർഭാവം എന്ന് അറിയപ്പെടുന്നതിനാൽ 8ലൂടെ വ്യാഴം സഞ്ചരിക്കുമ്പോൾ അത് പ്രധാനമായും പ്രതികൂലമായി ബാധിക്കുക ശരീരത്തെയാകും. അതായത് ശാരീരികമായ വൈഷമ്യങ്ങൾ, ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി കുറയുക, തൽഫലമായി രോഗങ്ങൾ വന്നു ചേരുക, അത് സൃഷ്ടിക്കുന്ന ആശുപത്രിവാസം, ചെലവുകൾ, മാനസികമായ സംഘർഷങ്ങൾ എന്നിവയെല്ലാം വ്യാഴം ഒരു വ്യക്തിയുടെ 8ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകാം. പൊതുവെ ഈ കാലഘട്ടത്ത് ഒട്ടും ഈശ്വരകടാക്ഷങ്ങൾ ഉണ്ടാകുകയും ഇല്ല. എന്നാൽ മെയ് മാസം 14 തീയതി മുതൽ ഇവർ അഷ്ടമവ്യാഴം എന്ന ഈ ദുരിതങ്ങളുടെ കയത്തിൽ നിന്നും കയറും. അന്നേ ദിനം വ്യാഴം ഈ കൂറുകാരുടെ 8ാം ഭാവത്തിൽ നിന്നും 9ലേക്ക് പ്രവേശിക്കും. 9ാം ഭാവം എന്നത് ഭാഗ്യഭാവം എന്നാണ് അറിയപ്പെടുന്നത്. ഈശ്വരകടാക്ഷം, ഗുരുകടാക്ഷം, പിതൃകടാക്ഷം എന്നിവയെ എല്ലാം കുറിക്കുന്നത് ഈ 9ാം ഭാവത്തെ കൊണ്ടാണ്. 9ാം ഭാവം എന്നത് വ്യാഴത്തിന്റെ ഇഷ്ടഭാവങ്ങളിൽ ഒന്നാകുന്നു. അതുകൊണ്ട് തന്നെ വ്യാഴം ഈ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ആ ഭാവത്തിന് പുഷ്ടിയെ പ്രദാനം ചെയ്യും. തൽഫലമായി ഈശ്വരകടാക്ഷം, ഗുരുകടാക്ഷം എന്നിവ വർദ്ധിക്കും. പൈതൃകമായ സ്വത്തുവകകൾ, നേട്ടങ്ങൾ എന്നിവയ്ക്കും ഈ കാലത്ത് ഏറെ സാധ്യത ഉണ്ടാകും. സത്പ്രവർത്തികൾ, ഈശ്വരാരാധന, തീർത്ഥാടനം എന്നിവയിൽ വ്യാഴം 9ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഈ കൂറുകാർക്ക് താൽപര്യം ഏറും. ശരീരസുഖം, മനസ്സുഖം, കുടുംബത്തിൽ സൗഖ്യം, ക്ഷേമം, ഐശ്വര്യം, കുടുംബാംഗങ്ങൾ തമ്മിൽ ഐക്യം, സ്നേഹം എന്നിവയെല്ലാം ഈ സമയത്ത് ഉണ്ടാകും. ധാർമ്മികമായ ചിന്തകളും ഈ സമയത്ത് വളരെ കൂടിയ അളവിൽ ഉണ്ടാകുന്നതാണ്. വ്യാഴം 9ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഭാഗ്യവർദ്ധനവും ഉണ്ടാകും. ആ ഭാഗ്യം സമസ്ത മേഖലയിലും ഉണ്ടാകും. പഠനത്തിൽ വളരെയധികം മികവ്, കർമ്മരംഗത്ത് പുഷ്ടി, പ്രശംസ, അംഗീകാരം, പ്രമോഷൻ, ഉദ്യോഗാർത്ഥികൾക്ക് നല്ല തൊഴിൽ അവസരങ്ങൾ, വിവാഹം ആലോചിക്കുന്നവർക്ക് നല്ല ആലോചനകൾ എന്നിവയെല്ലാം ഈ കാലത്ത് ഉണ്ടാകും. സാമ്പത്തികമായും ഈ സമയത്ത് വളരെയധികം പുരോഗതി, അഭിവൃദ്ധി എന്നിവ ഉണ്ടാകുന്നതാണ്. വാഹനലാഭം, ഗൃഹലാഭം, ഭൂമിലാഭം എന്നിവ ഈ സമയത്ത് ഉണ്ടാകുന്ന ഗുണാനുഭവങ്ങൾ ആകും. കൂടാതെ സന്താനങ്ങളുടെ കാരകൻ വ്യാഴമാകുന്നു. അതുകൊണ്ട് തന്നെ വ്യാഴം ഈ 9ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ഈ സമയത്ത്
സന്താനങ്ങൾ ഇല്ലാതെ വിഷമിക്കുന്നവർക്കോ ചികിത്സ തേടുന്നവർക്കോ ആ ചികിത്സകൾ ഫലപ്രദമായി സന്താനഭാഗ്യം സിദ്ധിക്കുന്നതാണ്. വ്യാഴമാറ്റത്തിന് തൊട്ടുപുറകെ ഈ മാസം 18-ാം തീയതി രാശി മാറുന്ന രാഹുകേതുക്കൾ ഈ കൂറുകാർക്ക് നൽകുന്ന ഫലങ്ങൾ എന്തെല്ലാമാകുമെന്ന് നോക്കാം. നിലവിൽ ഈ കൂറുകാരുടെ ചെലവിന്റെ ഭാവം, നഷ്ടങ്ങളുടെ ഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന 12-ാം ഭാവത്തിൽ വളരെയധികം ദുരിതങ്ങളും കഷ്ടനഷ്ടങ്ങളും വിതച്ചു വരുന്ന കേതു മെയ് മാസം 18-ാം തീയതി ഈ കൂറുകാർക്ക് വളരെ ഗുണഫലദാതാവായി മാറും. കേതു ഈ കൂറുകാരുടെ സർവാഭീഷ്ടസ്ഥാനമായ 11-ാം ഭാവത്തിലേക്കാണ് മെയ് മാസം 18-ന് പ്രവേശിക്കുക. 11-ലെ കേതു ഇവർക്ക് വളരെയധികം ഗുണാനുഭവങ്ങൾ, നേട്ടങ്ങൾ എന്നിവയെ നൽകും. ഇവർക്ക് കർമ്മപുഷ്ടി, തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ എന്നിവ ഉണ്ടാകും. കൂടാതെ ധനപരമായ പ്രതിസന്ധികൾ നീങ്ങി ഇവർക്ക് ധനപരമായ പുഷ്ടി, അഭിവൃദ്ധി, പുരോഗതി എന്നിവയും ഉണ്ടാകും. ബിസിനസ് തുടങ്ങിയ സംരംഭങ്ങൾ തുടങ്ങുകയും അവ വിജയത്തിലും ലക്ഷ്യപ്രാപ്തിയിലും എത്തുകയും ചെയ്യും. ഇവരുടെ അഭീഷ്ടങ്ങൾ നിറവേറ്റപ്പെടുന്ന സമയവുമാകും ഇത്. കൂടാതെ ശരീരസുഖം, മനസ്സുഖം, കുടുംബസൗഖ്യം, കുടുംബത്തിൽ ക്ഷേമം, സമൂഹത്തിൽ അംഗീകാരം, കീർത്തി എന്നിവയെല്ലാം ഈ കൂറുകാർക്ക് കേതു സർവാഭീഷ്ടസ്ഥാനമായ 11-ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരുന്ന ഗുണാനുഭവങ്ങൾ ആണ്. മൂന്നാമതായി രാഹു ഈ കൂറുകാർക്ക് നൽകുന്ന ഫലങ്ങളെ നമുക്ക് ഒന്ന് വിശകലനം ചെയ്യാം. നിലവിൽ തുലാക്കൂറുകാരുടെ 6-ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന രാഹു മെയ് മാസം 18-ാം തീയതി ഈ കൂറുകാരുടെ 5-ാം ഭാവത്തിലേക്ക് രാശി മാറും. 5-ാം ഭാവം എന്നത് രാഹുവിന്റെ അനിഷ്ടഭാവമാണ്. അതുകൊണ്ട് തന്നെ രാഹു ഇവർക്ക് അനിഷ്ടരായി മാറും. 5-ാം ഭാവം എന്നത് സന്താനഭാവം എന്ന് അറിയപ്പെടുന്നു. കൂടാതെ വിദ്യാഭ്യാസം, പഠനം, ഉപരിപഠനം, ഏകാഗ്രത എന്നിവയെ എല്ലാം കുറിക്കുന്നു. അതുകൊണ്ട് തന്നെ 5-ൽ കൂടി സഞ്ചരിക്കുന്ന രാഹു സന്താനങ്ങൾക്ക് ക്ലേശം, സന്താനങ്ങളുമായി അല്ലാതെ ചില്ലറ സ്വാരസ്യങ്ങൾ എന്നിവയെ എല്ലാം ഉണ്ടാക്കാം. കൂടാതെ 5-ാം ഭാവം മനസ്സിനെ കുറിക്കുന്നു എന്നതിനാൽ മനഃശാഞ്ചല്യം, ആശയക്കുഴപ്പം എന്നിവയും ഈ സമയത്ത് ഉണ്ടാകാം. എന്നാൽ ഉപാസനാമൂർത്തികളെ ധ്യാനിക്കുക, ഈശ്വരചിന്ത, സാത്വിക ചിന്തകൾ എന്നിവ വെച്ചു പുലർത്തുക എന്നിവ ചെയ്യുമ്പോൾ ഇവർക്ക് രാഹു നൽകുന്ന ദോഷങ്ങൾ നീങ്ങുകയും ഗുണാനുഭവങ്ങളെ നൽകുകയും ചെയ്യും. ഇവിടെ തുലാക്കൂറുകാർ ഒരു കാര്യം അറിയേണ്ടതുണ്ട്. രാഹുവിന്റെ രാശിമാറ്റം മാത്രമെടുത്താൽ അത് തുലാക്കൂറുകാർക്ക് അനിഷ്ടഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു. എന്നാൽ സർവീശ്വരകാരകനായ വ്യാഴം ഇവരുടെ ഭാഗ്യഭാവത്തിൽ പ്രബലനായി സഞ്ചരിക്കുമ്പോൾ അത് രാഹുദോഷങ്ങൾക്ക് പരിഹാരമായി മാറുന്നു. വ്യാഴത്തിന്റെ കടാക്ഷം ഇവർക്ക് ഒരു സുരക്ഷാ കവചമായി മാറും. കൂടാതെ കഴിഞ്ഞ മാർച്ച് അവസാനം മുതൽ ഈ കൂറുകാർക്ക് ശനിയും വളരെ പ്രബലനായി ഗുണാനുഭവങ്ങളെ വർഷിച്ചുകൊണ്ട് തന്റെ ഇഷ്ടഭാവങ്ങളിൽ ഒന്നായ 6-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. 6-ൽ സഞ്ചരിക്കുന്ന ശനി ശത്രുനാശം, രോഗമുക്തി, ഊർജ്ജസ്വലത, സകല പ്രതിസന്ധികളെയും ചെറുത്ത് തോൽപ്പിക്കാനുള്ള ആത്മബലം, ആത്മവിശ്വാസം എന്നിവയെല്ലാം ഈ കൂറുകാർക്ക് നൽകുന്നു. അപ്പോൾ തുലാക്കൂറുകാർക്ക് ഈ മാസം നടക്കുന്ന ഈ 3 ഗ്രഹമാറ്റങ്ങളോടുകൂടി വളരെയധികം ഗുണാനുഭവങ്ങളും ഭാഗ്യവും നേട്ടങ്ങളും എല്ലാം അനുഭവത്തിൽ വരുന്നതാകും. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഏവർക്കും ഈശ്വരാനുഗ്രഹങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.